ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീടിനെ പറ്റിയാട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളിപ്പോൾ എടുക്കുന്ന പുതിയ വീടാണ്. അപ്പോൾ വീടിൻ്റെ ഇതുവരെയായി പണിയെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ നമ്മൾ വീട്ടിൽ കയറി. അപ്പോൾ ഞാനും ഇന്നേ ദിവസം ഉണ്ണാണെല്ലാം കൂടെ വീട്ടിൽ പോയപ്പോൾ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ അറിയാം നമ്മൾ ചെറിയൊരു ക്രീം കളർ മോഡലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇന്നേ ദിവസം ഒച്ചയാക്കുന്നുണ്ട്. പിന്നെ സ്റ്റെപ്പൊക്കെ ബ്ലാക്ക് ഗ്രാനൈറ്റാണ് കേട്ടോ അത്. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് വശം ഒരു കാട് പോലെയാണ് കേട്ടോ. മഞ്ഞും സൂര്യനും വെയിലൊക്കെ അങ്ങനെ ഒതുക്കിയതൊക്കെ കാണാൻ നല്ല രസമാണ്. അവിടെ എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ എത്തിപ്പെട്ടാൽ നല്ല സുഖമാണ് കേട്ടോ അവിടെ ഇരിക്കാനൊക്കെ. പിന്നെ എന്താ നമുക്ക് അകത്തേക്ക് കയറാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കയറുന്ന ആകും. അപ്പോൾ ആരെങ്കിലും വന്നാൽ നമ്മൾ ഇവിടെയാണ് ഇരിക്കേണ്ടത്. അപ്പോൾ ആ ഏരിയയിൽ ഇത് പൂജാ റൂമിൻ്റെ ഇതാണ് കേട്ടോ. വിളക്ക് വെക്കാനും ഒക്കെ ആയിട്ട് അതിൻ്റെ തൊട്ടപ്പുറം തന്നെ ടി വി വെക്കാനൊക്കെ ഉള്ള രീതിയിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇത് ഫെറോ സിമെൻ്റ് ആട്ടോ, ഫെറോ സ്ലാബിലാണ് ചെയ്തത്. അപ്പോൾ ഇതാ ഈ കളറിലാണ് നമ്മൾ നിലം ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇത് നിലത്തിൻ്റെ ഏകദേശം, അതായത് ഫ്ലോറിൻ്റെ അതേ മാച്ച് ചെയ്യുന്ന കളറാണ് കേട്ടോ. കിച്ചണായാലും പിന്നെ ബാത്റൂമിലായാലും വടക്കേറത്തായാലും ഒക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഡൈനിങ് ഹാളായിരുന്നു. ഇത് നേരെ ഇവിടെ വന്ന് വാഷ് ബേസിൻ്റെ ആണ് കേട്ടോ ഇത്. അപ്പോൾ സെൻട്രൽ നിന്ന് നേരെ ഇരുന്ന് അവിടെ നിന്ന് നേരെ വന്ന് ഇതാ ഇവിടുന്ന് കഴിഞ്ഞിട്ട് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുക എന്ന രീതിയിലാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെയുള്ളത് ഒരു പാസേജാണ്, അതിൻ്റെ ഇപ്പുറത്ത് തന്നെ സ്റ്റെയറാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റെയറിൻ്റെ ആ സൈഡ് ഭാഗത്തായിട്ട് മോക്ക് പഠിക്കാനുള്ള സൗകര്യമാണ് കേട്ടോ അവിടെ ഒരുക്കിയിട്ടുള്ളത്. അതായത് ഇതാ അവിടെ ഇരുന്നിട്ട് മോക്ക് കസേരയിട്ട് അവിടെ ഇരുന്ന് പഠിക്കുക. നമ്മളെ ബുക്കൊക്കെ വെക്കാനായിട്ട് ചെറിയൊരു അലമാര പോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതെനിക്ക് ഡ്രസ്സൊക്കെ അയൺ ചെയ്യാനും പിന്നെ സ്റ്റിച്ചൊക്കെ ചെയ്യാനുള്ള സമയത്ത് തുണി മുറിക്കാനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ അങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ നേരെ പോകുന്നത് ബെഡ്റൂമിലേക്കാണ് കേട്ടോ. ഉണ്ടല്ലേ, ബെഡ്റൂമാണ്. അപ്പോൾ ബെഡ്റൂം തന്നെ നമ്മൾ അലമാര ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഫെറോ സ്ലാബിനെ കൊണ്ടാണ് കേട്ടോ. മറ്റേ അലമാരേൻ്റെ ആവശ്യം വരുന്നില്ല. ഇതാകുമ്പം പിന്നെ അങ്ങനെ തുരുമ്പിച്ച് പോകാനോ ഒന്നും ഇതില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇതാണ് ഇങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. 3 പാളിയിലാണ് ഇവിടെ കൊടുത്തത്. ഇങ്ങനത്തെ സൈഡിൽ ഗ്ലാസ് പിടിപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ആടെ കാലിയാക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഇത് മറ്റൊരു ബെഡ്റൂമാണ് കേട്ടോ. ഇത് നമ്മൾ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് അലമാര. പക്ഷേ അത് അത്രയും വലിപ്പമില്ല, കുറച്ച് വലിപ്പം കുറച്ചിട്ടാട്ടോ ചെയ്തിട്ടുള്ളത്. കണ്ടില്ലേ, അപ്പോൾ മോക്ക് ഒക്കെ അവിടെ ഇരുന്ന് അത്യാവശ്യം എന്തെങ്കിലും എഴുതാനോ എന്തെങ്കിലും ഉപകരിക്കലോ കൊണ്ട് ആ ഒരു സ്ഥലം നമ്മൾ കാലിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഈ റൂമിലിരുന്ന് അറ്റാച്ച്ഡ് ബാത്റൂമാണ് കേട്ടോ. അതൊക്കെ വൈറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ആദ്യം നിലമൊക്കെ വൈറ്റ് തന്നെയാണ് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ഞാനാണ് വൈറ്റ് വേണ്ടാന്ന് പറഞ്ഞത്. ഏട്ടനൊക്കെ വൈറ്റ് ആയിരുന്നു പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ചെയ്ത് കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടല്ലോ ഏറ്റവും ഭംഗി വൈറ്റാണ് കേട്ടോ. പക്ഷേങ്കിൽ ഇത് തന്നെ ഒന്ന് കയ്യില്ലാന്ന് വെച്ചാലും കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ദിവസം തുടക്കാൻ കഴിയില്ലെങ്കിൽ ഇതങ്ങനെ പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. പൊടിയൊന്നും ആയാൽ വൈറ്റ് ആകുമ്പോൾ പിന്നെ ശരിക്ക് കാണുമല്ലോ അങ്ങനെ. അപ്പോൾ ഇത് അച്ഛനും മോളോട് ഗംഭീരമായിട്ട് ഫോൺ നോക്കലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് എന്നൊക്കെ ചിരിക്കുന്നുണ്ട്. തന്നെ സ്കൂൾ വിട്ട് അതിൻ്റെ നേരെ ഇങ്ങോട്ട് വന്നു. നമ്മളെ കാണാനായിട്ട് താഴെ കാണാനായിട്ടാണ് കേട്ടോ നേരെ ഇങ്ങോട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ. അത്യാവശ്യം എന്തെങ്കിലും പൊടികളും മിക്സിയൊക്കെ വെക്കാനുള്ള സംവിധാനത്തോടു കൂടിയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ അടിയിൽ പിന്നെ ഇതേപോലെ സാധനമൊക്കെ വെക്കാനുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. കണ്ടില്ലേ, അപ്പോൾ അറിയത്ത് കൊടുത്ത അതേ ടൈപ്പ് ഇതാണ് കേട്ടോ ഇവിടെയും കൊടുത്തിട്ടുള്ളത്. കണ്ടില്ലേ. പിന്നെ ഇത് നമ്മുടെ ഫ്രിഡ്ജ് വെക്കാനുള്ള സ്ഥലമാണ് കേട്ടോ ഒഴിവാക്കിയിട്ടിരിക്കുന്നത്. അതോ പിന്നെ ഇവിടെ വേസ്റ്റ് വരില്ലല്ലോ, അടുക്കള ഫുൾ ഇതായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ചുമരൊക്കെ ഫുൾ വൈറ്റ് തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫ്ലോറ് അകത്തൊക്കെ സെൻറ്റർ ഹാളിലൊക്കെ മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഫ്ലോർ വരുന്നത്. ഇതാണ് നമ്മൾ വടക്കര കേട്ടോ. വടക്കര നമ്മൾ കുറച്ച് വലിപ്പമുണ്ട്, കാരണം നമ്മൾ കൂടുതലും അടുക്കളയിലാണല്ലോ അല്ലേ. പെണ്ണുങ്ങൾക്ക് മെയിനായിട്ടുള്ള സ്ഥലം ഇത്. അതൊക്കെ പണിയെടുക്കാനും ഒക്കെ നമ്മൾ കൂടുതലും ചിലവഴിക്കുന്നത്. പിന്നെ അവിടെ തന്നെ ഒരു ബാത്റൂം വരുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, അതിൻ്റെ ഇപ്പുറം തന്നെ ആയിട്ടാണ് കുളിമുറിയും വരുന്നത്. കണ്ടില്ലേ, കുളിമുറിയും ചെയ്തിട്ടുള്ളത്. അതൊക്കെ നമ്മൾ ഫ്ലോറൊക്കെ നമ്മൾ ഏകദേശം ഒരേ കളറാണ് കേട്ടോ. ഇത് നമ്മൾ വൈറ്റ് കൊടുത്തിട്ടില്ല, മറ്റൊരു കളറിലാട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ചിമ്മിണി അടുപ്പാക്കിയിട്ടില്ല. പിന്നെ കൂടാനാകുമ്പോഴല്ലേ ആക്കും, അതുകൊണ്ട് അവിടെ കുറച്ച് വൃത്തിയാക്കാനുണ്ട്. അതിൻ്റെ സൈഡായിട്ട് തന്നെ നമ്മൾ ചെറിയൊരു അലമാര പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വടക്കേരത്തിൻ്റെ ഫ്ലോറ്. പിന്നെ കാണിക്കുന്നത് നമ്മളെ തട്ടാണ് കേട്ടോ. ബ്ലാക്കിലാണ് കൊടുത്തിട്ടുള്ളത്, ബ്ലാക്കും വൈറ്റും വരുന്ന വിധത്തിൽ. നമ്മളെ വാഷ് ബേസാണ്. എനിക്ക് ചെറുതായിട്ട് ജലദോഷം പിടിച്ചുകൊണ്ട് സൗണ്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം. തന്നൂസത് ആടിയുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളെന്തായാലും ഏട്ടൻ ലീവ് ചെയ്യുന്നു. അപ്പോൾ നമ്മളിങ്ങനെ കേരിയർ എടുക്കുകയാണ് കേട്ടോ വീഡിയോ. അപ്പോൾ എന്തായാലും ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ഒന്ന് കേട്ടോ. അപ്പോൾ ടാറ്റാ.